മമ്മി ഗിരിജയുടെ നാട്ടിലേക്ക് ഒരു യാത്ര എന്ന പുതിയ വ്ളോഗുമായിട്ട് ഒരു അലവലാതി ഇറങ്ങിയിട്ടുണ്ട്. കടപ്പുറം കുതിച്ചിയ. അപ്പോൾ ഈ പെണ്ണുമ്പുള ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കണം. ഒന്ന് ഓർത്തുകൊള്ളുക. കരുണാലയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന സ്ത്രീക്ക് യാതൊരു കരുണയും ഇല്ലെന്ന് ഒരുപാട് വീഡിയോസിൽ കൂടെയും ഒരുപാട് പേരുടെ മൊഴികളിൽ കൂടെയും നമ്മൾ രേഖപ്പെടുത്തിയ കാര്യമാണ്. അതിനകത്ത് ഇനി ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കരുണാലയം നടത്തിപ്പുകാരിയായ ഗിരിജ ചോദിച്ചൊരു ചോദ്യമാണ്. കോട്ടയത്തിരുന്നു കൊണ്ടും എറണാകുളത്തിരുന്നു കൊണ്ടും നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കുന്നു എന്നുള്ളത്. എവിടെ ഇരുന്നെങ്കിലും ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടേക്ക് ആളെ വിട്ടിട്ടാണ്. നമ്മുടെ ഏജൻസ് അവിടെ പോവുക, അന്വേഷണാർത്ഥമായിട്ട് അത് അന്വേഷിക്കുക, കൃത്യമായി നമുക്ക് എവിഡൻസ് തരിക എന്നുള്ളതാണ്. ചങ്ങാതിക്കുട്ടൻ ബിനീഷാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എഫർട്ട് എടുത്തിട്ടുള്ള പയ്യൻ. അവൻ ആദ്യം മുതലേ അവിടെ ഉണ്ട്. അവനാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതിയൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ പയ്യൻ പറഞ്ഞതിന് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് അവൻ്റെ വീഡിയോസിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ഞാനെടുത്ത് ഷെയറും ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടോ, അവൻ പറയുന്ന കണക്ക് അതൊരു കാർഡാണോ അല്ലയോ എന്ന് ഞാൻ മൈസെൽഫ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി എടുത്ത വീഡിയോയും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് എന്നല്ല 2 പ്രാവശ്യം ജലജ അവിടെ പോയി നോക്കിയിരുന്നു. ജലജ പോയി നോക്കിയപ്പോൾ ജലജയ്ക്ക് കണ്ട ഒരു കാഴ്ച, അതായത് അതിനകത്ത് സംതിങ് ഫിഷി ഉണ്ടെന്ന് അവൾ കാണുകയും അത് പറയുകയും ചെയ്തിരുന്നു. 2 യൂട്യൂബേഴ്സ് അവിടെ ഓൾറെഡി പോയിട്ടുണ്ട് എൻ്റെ സൈഡിൽ നിന്ന്. ഞാൻ പോയി അന്വേഷിച്ച് കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ കൊണ്ട് സാധിക്കും. അവർക്ക് ആ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. സുറുമി ആ നാട്ടുകാരിയാണ്. അവരാണ് അടുത്ത യൂട്യൂബർ. ആ നാട്ടുകാരിയായ ഒരു സ്ത്രീയാണ് സുറുമി. അവർക്കത് പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് എല്ലാം മാറി ആ വാർഡ് മെമ്പർ പറഞ്ഞത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഇവരൊക്കെ കള്ളം പറയുന്നതാ, ഇവരൊക്കെ നുണപ്രചാരകർ. ഞാൻ പോയി കാണുമ്പോൾ എനിക്ക് അത്രത്തോളം ദുരൂഹത തോന്നിയ ഒരു എഡിറ്റ്, അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ വെച്ചിട്ടുമുണ്ട്. നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാകാനാണ് ചാൻസ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇവരുടെ ഉള്ളിലുള്ള ആ വിഷം ഇവരുടെ കൂടെ ഉള്ളവർക്കുമുണ്ട് എന്നുള്ളത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് കേൾക്കാം. ഒരു വീഡിയോ ആണ്, കേൾക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഏഴംകുളത്തുനിന്ന് നമ്മൾ നേരെ തേപ്പുപാറയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വഴി എന്തായാലും അണ്ണൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ സംഭവത്തിലേക്ക് തന്നെ വരാം. അപ്പം അത്രയും മോശമായ രീതിയിൽ നമ്മളെക്കുറിച്ച് പറയുകയും നമ്മൾ പറഞ്ഞത് എന്തോ മഹാപരാധമാണെന്നും അവിടുത്തെ അമ്മമാരും കുട്ടികളും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറയുകയും കുറെ സാക്ഷികളെയും ഒക്കെ കൊണ്ടുവന്ന് നിരത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫീലിങ്സ് ഉണ്ടാവാൻ തുടങ്ങി. ഇനി ഇവള് പറഞ്ഞു, ഇവക്ക് നാവിനൊരു വെളിവും ഇല്ലാത്തവളാണ്, ഒരു വെള്ളിയാഴ്ച ഇല്ലാത്തവളാണ് അവള്. എങ്കിൽ കൂടി ഇനി അവളോടൊപ്പം നിന്ന് കുറെ അവളുമാരും കൂടെ ചേർന്നു, അവന്മാരും കൂടെ ചേർന്ന് പറയുന്നുണ്ട്, വട്ടം ചേർന്ന് മൊത്തത്തിൽ പ്ലാൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പം ഈ നാക്കിന് അവക്ക് ശരീരത്തിന് ബാലൻസ് ഇല്ലെങ്കിലും നാക്കിന് ഭയങ്കര ബാലൻസ് ആണ്. ഏത് രീതിയിൽ ആരുടെ എവിടെ കൊണ്ടിട്ട് വളയ്ക്കണമെങ്കിലും അവക്കുള്ള കയ്യിലിരിക്കുന്ന നാക്കെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വലിയ നീളത്തിലുള്ള ഉറുമിക്ക് സമമാണ്. അത് എവിടെ വെച്ച് ആരെ വേണമെങ്കിലും വെട്ടി കഷ്ണമാക്കാൻ കഴിവുള്ള ഒരു നാക്ക് ഈശ്വരൻ അവക്ക് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അവക്ക് അംഗവൈകല്യം കൊടുത്തത് കൊണ്ട് തന്നെയായിരിക്കാം അവക്കുള്ള നാക്കിന് നല്ല നീളം കൊടുത്തത്. അപ്പം അവൾ അത് വെച്ച് ജീവിച്ചോട്ടെന്നില്ല. പക്ഷേ അവള് ചെയ്യുന്ന ഒരു പാപമാണ് ഈ പറയപ്പെടുന്ന നാട്ടുകാരെ മൊത്തം ഇത്രത്തോളം അപവാദം പറയുക എന്നുള്ളത്. അപ്പൊ ആ നാട്ടുകാരെ മുഴുക്ക ഞാൻ ഇവിടെ അപവാദം പറഞ്ഞു. അതെല്ലാം പോട്ടെ. അംഗവൈകല്യം, അംഗപരിമിതിയുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ നാക്കിനെന്തോ നീളം, നാക്കിന് വാളിൻ്റെ ഇത്, അതെ, എൻ്റെ നാവ് തന്നെയാണ് എൻ്റെ ശക്തി. എൻ്റെ അംഗപരിമിതി നീ എനിക്കൊന്ന് കാണിച്ചു തരണം. ഞാൻ ജന്മനാ വികലാംഗത്വമുള്ള ഒരാളാണെങ്കിൽ നീ അതെനിക്കൊന്ന് കാണിച്ചു തരണം. ഇവളുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു കരുണയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് പറയുന്നത്. ഡാഡി ഗിരിജയുടെ കൂടെ ഡാഡി ഗിരിജയ്ക്ക് സപ്പോർട്ടായിട്ട് പോയ മാടത്തിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. മനസ്സിൽ എത്രത്തോളം കുടിലത ഉണ്ടെങ്കിൽ ഈ വർത്തമാനം പറയും. ഒരു മനുഷ്യൻ്റെ വൈകല്യത്തിനെയാണ് കളിയാക്കുന്നത്. ഓർത്തു നോക്കുക. ഇനി വിഷയത്തിലേക്ക് വരാം. കെന്നഡി സാറ് സൂക്ഷിച്ച, അല്ലെങ്കിൽ കെന്നഡി സാറ് പറഞ്ഞതിൻ്റെ യഥാർത്ഥ കാര്യം അതെന്താണ്, അവർ പറഞ്ഞതൊക്കെ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർ ഒരു വാർത്താ മീഡിയത്തിൽ, ഒരു വാർത്തയല്ല, എല്ലാവരെയും കൂടെ ഒരു പത്രസമ്മേളനം വിളിച്ച് അതിനകത്തിരുന്നുകൊണ്ട് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ വയ്ക്കുന്നത്, കുറച്ച് ഭാഗം ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാം. നിങ്ങളത് കേട്ടു നോക്കുക. ആക്ച്വലി അവരുടെ ഭാഗം എന്താണോ അതാണ് അവരവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എനിക്കതിനകത്ത് പ്രത്യേകിച്ച് എൻ്റെ ഭാഗമൊന്നും അതിനകത്ത് ആഡ് ഓൺ ചെയ്യാനില്ല. ഞാൻ എപ്പോഴും പറയുന്നത് മുഴുക്ക ഫസ്റ്റ് ഈ പറയുന്ന കരുണാലയവും അതിനോട് ചേർന്നിട്ട് അവരുടെ മകനെ കൊണ്ട് അവിടെയുള്ളൊരു അനാഥ കുട്ടിയെ കെട്ടിക്കുന്നതും ഒരു ഗ്രേറ്റ് തിങ് ആയിട്ട് തന്നെ എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിക്കുന്നത്, ഒരു വിവാഹം ഫ്ലോപ്പാവുന്ന, 2 വിവാഹം ഫ്ലോപ്പാവുന്ന, 3ാമത് വിവാഹം കഴിക്കുന്ന ഒന്നും തെറ്റെന്നൊന്നും ഞാൻ പറയുന്നതിൽ എനിക്ക് താല്പര്യവുമില്ല.
ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പ്രോത്സാഹനവും ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ ജോലി ചെയ്ത ഇവരുടെ തന്നെ സ്വന്തക്കാരിയായ അജിതകുമാരി പിക്ചറിലേക്ക് വരുന്നത്. അജിതകുമാരി അവർ ഇപ്പം വിവാഹം കഴിച്ച കുടുമിയുടെ രണ്ടാമത്തെ ഭാര്യയാണ്. മൂന്നാമതാണ് ഇപ്പം ഗിരിജയെ വിവാഹം കഴിക്കുന്നത്. ഈ വിവരമൊക്കെ എനിക്ക് അജിതകുമാരി തന്നതാണ്, സുറുമി തന്ന വിവരങ്ങളാണ്. ഇതൊക്കെയാണ് ഞാൻ പബ്ലിക്കിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവരുടെ ആരുടെയും അംഗപരിമിതിയെ പറ്റിയോ അവരുടെയൊക്കെ കുറവുകളെ പറ്റിയോ സൗന്ദര്യ കുറവാണെന്നോ കുഴപ്പമാണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ആരുടെയും കളറോ സൗന്ദര്യമോ അംഗപരിമിതിയോ ഞാൻ എവിടെയും സൂചിപ്പിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞു അത് മാത്രവുമല്ല 3ഉം 4ഉം കെട്ടി എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അതും ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബിനീഷ് എന്ന് പറയുന്ന പയ്യന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ആ നാട്ടുകാരെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ പോയി നിന്നാണ് ലൈവ് ഇട്ടിട്ടുള്ളത്. അതേ സ്ഥലത്ത് പോയി നിന്നാണ് ലൈവ് ഇട്ടിട്ടുള്ളത്. അവരുടെ ഒക്കെ ഫേസും ഉണ്ട്, ആരുടെയും മുഖമില്ലാതെയല്ല, എല്ലാവരും ഫേസോട് കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. A-to-Z ആൾക്കാർ വന്ന് ഇതിനെതിരെ സംസാരിക്കുമ്പോൾ നിശബ്ദരായിരുന്നത് അധികാരികൾ മാത്രമാണ്. ചിറ്റയം ഗോപകുമാർ നിത്യ സന്ദർശകനാണ്. താലി എടുത്തു കൊടുക്കുന്ന പിക്ചർ ഉൾപ്പെടെ അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. എന്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നില്ല എന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് മൗനമായിരുന്നു അയാളുടെ ഉത്തരം. അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയെ വീണ ജോർജിനെ വിവരം അറിയിച്ചില്ലെന്ന് പറഞ്ഞു. കെന്നഡി സാർ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തില്ല എന്ന് ചോദിക്കരുത്, ഞങ്ങൾ ചെയ്തതേ ഉള്ളൂ. എന്നിട്ടും CWC വന്നു, CWC പരിശോധന നടത്തുമ്പോൾ അവിടെ കുട്ടികൾ പഷ്ണിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അവർ ആക്ഷൻ എടുത്തത്. ആക്ഷൻ എടുക്കുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കുകയും അത് കൃത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് അടൂർ പോലീസ് അവിടെ ചെന്ന് കുട്ടികളെടുത്ത് മൊഴി എടുത്തിട്ടുണ്ട്. കുട്ടികളോടൊന്നും ചോദിച്ചില്ല അത്രേ. കുട്ടികളെടുത്ത് ചോദിക്കുന്ന ചില നിബന്ധനകളുണ്ട്, അതുപോലും പാലിക്കാതെ കുട്ടികളെടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് അവരുടെ മൊഴി ചുമ്മാ രേഖപ്പെടുത്തി ബാക്കി അവരെ എഴുതി ചേർത്തു എന്ന് വിറ്റ്നസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആ വോയിസ് ഉണ്ട് ഭദ്രം. അതങ്ങനെ പാടുള്ളൂ. ഞാൻ ഇതൊക്കെ വിടുന്നത് ജനങ്ങളുടെ കോടതിയിലേക്കാണ്. എൻ്റെത് ജനാധിപത്യ രാജ്യവും ജനങ്ങളാണ് തീരുമാനമെടുക്കുന്നത്. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ജനങ്ങൾക്കാണ് തരണം. നിങ്ങൾ നിശ്ചയിക്കൂ, നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾക്ക് എന്ത് ബോധ്യപ്പെട്ടു അത് പറയൂ. ഷെഫീനയുടെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറയാം, ഒരു പ്രശ്നവുമില്ല. എനിക്ക് വരുന്ന കമന്റ് ഒന്നും ഞാൻ ഐഡിയ ചെയ്യാറില്ല, അതിനെ ഞാൻ മറുപടി കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്. ഈ സ്ത്രീ പച്ച അപരാധം മാത്രമാണ് എന്നെ അന്ന് മുതൽ പറയുന്നത്. ഇവളെ കൊണ്ട് പറയിക്കുന്നതാണെന്നുള്ള തെളിവാണ് ഇപ്പോ വേറെ ആർക്കും ഒന്നും പറയാനില്ലാത്തത് കെട്ടി ഒരുങ്ങി അങ്ങോട്ട് ചെന്ന് അവളെ കൂടെ നിന്നിട്ട് ഇത് ഭയങ്കര പെർഫെക്റ്റ് സാധനമാണെന്ന് പറയുന്നത്. 4 ദിവസം മാത്രമാണ് സന്ധ്യ പല്ലവി അവിടെ താമസിച്ചത്. സന്ധ്യ പല്ലവിക്ക് ആ നാട്ടിനെ പറ്റി എന്തറിയാം, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനത്തിനെ പറ്റി എന്തറിയാമെന്ന് ചോദിച്ച ഗിരിജ അരമണിക്കൂർ അവിടേക്ക് യാത്ര ചെയ്ത് ഓട്ടോറിക്ഷയിൽ അവിടെ എത്തിയ ആ സ്ത്രീ ചുറ്റുവട്ടാരത്തൊക്കെ ചോദിച്ചു ഏതോ ഒരു മുഖമില്ലാത്ത സ്ത്രീയുടെ ഫോട്ടോയും എടുത്ത് വീഡിയോയും എടുത്ത് കാണിച്ച് പറയുന്നതിൽ സത്യമുണ്ടെന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോളൂ, ആര് വിശ്വസിക്കേണ്ടെന്ന് പറയുന്നു. മുഖത്തോടുകൂടി ധൈര്യസമേതം അയൽപക്കക്കാരും ആ നാട്ടിലുള്ളവരും പൗരസമിതിയും അവിടുത്തെ KSU സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ KSUവിന്റെ പ്രതിനിധിയും ഒക്കെ ധൈര്യസമേതം വന്നു നിന്ന് കാര്യം പറയുന്നു. മുമ്പ് ഇവർ നടത്തിയിരുന്ന സ്ഥാപനത്തിൽ നടന്ന ബലാത്സംഗം ഉൾപ്പെടെ വിളിച്ചു പറയുന്നു. എല്ലാവരും വിറ്റ്നസ് ആണ്, വിറ്റ്നസ് ആണ്. ഒരാളും പിന്തിരിഞ്ഞിട്ടില്ല, ഒരാളും പിന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല. ബിനീഷ് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബിനീഷ് പറഞ്ഞ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ വയ്ക്കാൻ കണ്ടു നോക്കുക. ഹായ്, എന്റെ പിന്നിൽ കാണുന്നതാണ് ജീവമാത. ഇത് ഞാൻ ഇവിടെ വന്നു ഈ നാട്ടുകാരൊക്കെ ഒന്ന് കാണാൻ. നാട്ടുകാർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പറഞ്ഞ കേട്ട് ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. ആ കഥകളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം, പറഞ്ഞുതരാം. ആദ്യമേ ആ നശിച്ച സ്ഥാപനം എന്നുള്ളൂ. കണ്ട ഈ കാടിനുള്ളിൽ, ഈ കുറ്റിക്കാടിനുള്ളിലാണ് ഈ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ മുഴുവൻ കാടാണ്. ഇവിടെയാണ് ഈ കല്യാണ ദിവസം തന്നെ പീഡനത്തിനിരയായി ഒരു പെൺകുട്ടി കണ്ടേ ഈ കാട്ടിക്കൂടെ, ഈ കൊടുങ്കാട്ടിക്കൂടെ ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ച്, ഞാൻ കാട് കാണിച്ചു തരാം. ഇതെല്ലാം പ്രതികരിക്കാനും സംസാരിക്കാനും വന്ന ആൾക്കാരാണ്, കുഴപ്പമില്ല. ഈ കാട്ടിക്കൂടെ ആലോചിച്ച് നോക്ക്. ഈ കാട്ടിക്കൂടെ ഒരു പെൺകുട്ടി രാത്രി പീഡനത്തിനിരയായി പോയെന്ന് പറയുമ്പോൾ വന്ന് ആലോചിച്ച് നോക്ക്. ഏകദേശം 1 കിലോമീറ്റർ ആ വെട്ട് കാണുന്നതിനേയും കൂടെ പിന്നെയും പോകണം. ഒരു കടയുടെ മുന്നിലാണ് ചെന്നിറങ്ങിയത്. എന്നിട്ട് അടൂർ പോലീസ് സ്റ്റേഷൻ ചെന്ന് കയറി. വേറെ വണ്ടി വഴിയോ മറ്റു മാർഗം വഴിയോ. ഈ അടൂർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ പുച്ഛം തോന്നുന്നതാണ്. നമ്മുടെ ഒരു ജനപ്രതിനിധി, ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കാം, പക്ഷെ അങ്ങേര് കാണിക്കുന്ന ചെറ്റത്തിൽ നിന്ന് തന്നല്ലായ്മയ്ക്ക് കൂടെ കൂട്ടി നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിന് കൂട്ടിയിരിക്കുന്നതെന്നും അത്ര വലിയ നന്മയുള്ള അല്ല കേരള പോലീസേ. എനിക്ക് അതാണ് പറയാനുള്ളത്. ഈ വീട്ടിലെ ചേട്ടൻ ഈ ബോർഡ് വെച്ചതിന്റെ പേരിൽ ഒരു ഇന്ത്യൻ ജവാനാണ്. അദ്ദേഹത്തിനെ പിടിച്ച് തെള്ളാൻ വരെ, ഇതുപോലെ ക്രിമിനലുകൾക്ക് വേണ്ടി പിടിച്ച് തെള്ളാൻ വരെ അടൂർ പോലീസ് തയ്യാറായി. ഇപ്പോഴത്തെ പോലീസ് അല്ല കേട്ടോ, ഇപ്പോഴത്തെ പോലീസ് അല്ല, 2022 പോലീസാണ്. ഇതൊക്കെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഈ വീട്ടിലെ ചേട്ടൻ ഒരു ഇന്ത്യൻ ആർമി ജവാനാണ്. അദ്ദേഹത്തിനെതിരെ വ്യാജ പോക്സോ കേസ് കൊടുക്കാൻ ശ്രമിച്ചു, കൊച്ചുകളെ പിടിച്ചെന്ന് പറഞ്ഞിട്ട്. ആലോചിച്ച് നോക്ക്, അമ്മാതിരി പരിപാടിയാണ്. ഇതിലേക്ക് അമ്മമാരെ കൊണ്ടുവന്ന് ഇറങ്ങുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഈ സത്യമൊക്കെ വിളിച്ചു പറയാൻ, ഇതിന്റെ മുന്നിൽ എന്തെങ്കിലും പറയാൻ ഇനിയും ഒരുപാട് കാര്യം. ചേച്ചി 2 വാക്ക് സംസാരിച്ചാൽ ചേച്ചിക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ. ചേച്ചി ഇതൊക്കെ വന്ന് കണ്ടിട്ട് തോന്നുന്നു.
സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ പോകുന്നതിന് തുല്യം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നത്. മുടിഞ്ഞ ഉടായ്പെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ഉടായ്പ പറയാതിരിക്കുന്നത് പത്തനംതിട്ടക്കാരുടെ ഭാഷയിൽ തന്നെ പറയാം. ഇവിടെ വന്നതിന് ഏറ്റവും പ്രശ്നം ഈ കുഞ്ഞുങ്ങള് അമ്മമാർ ഇവരെയൊന്നും അല്ല സംരക്ഷിക്കപ്പെടേണ്ടത്. ഈ നാട്ടുകാരെ ആദ്യം നാട്ടുകാർ അതാണ് ഞാൻ അതിന് കുഞ്ഞുങ്ങളുടെ അമ്മയുടെ കാര്യം ഇനി ഒരു നാട്ടുകാരുണ്ട് ലിസ്റ്റ്. കുഴപ്പമില്ല, ഇത്രയും ഒത്തിരി പറഞ്ഞല്ലോ. ഇവിടെ കോട വരുമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കോട കണ്ടിട്ടുള്ള ഹൈ റേഞ്ച് ഏരിയ, പക്ഷേ ഇവിടെ ഒരു നേരെ സന്ധ്യയ്ക്ക് കോടമഞ്ഞാണ് വരുന്നത്. കോടമഞ്ഞെന്ന് പറയുന്നത് ഉള്ള പ്ലാസ്റ്റിക്കിൽ അവിടെ കത്തിച്ച് പുകയായിട്ട് ഇവിടെ ഒരു സാധനം കാണത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഇവിടെയുള്ള മനുഷ്യർ വിഷ പുകയും കൂടെ ശ്വസിക്കുന്നുണ്ട്, എന്തോലും അനുഭവിക്കുന്നുണ്ട്. പാവങ്ങൾ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാലും നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം മനസ്സിലാവും. ചേച്ചി അതല്ല ഇനി വേണ്ട. അതിൽ ഞങ്ങൾ ആദ്യമേ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് നിന്നു. അവിടെ നിന്ന് അമ്മ പറഞ്ഞ കാര്യം കേട്ടില്ലേ, കൊച്ചി വന്ന കാര്യമൊക്കെ. അത് ഈ കാട്ടിനുള്ളിൽ കൂടെ ആ കല്യാണം കഴിഞ്ഞ കുട്ടി ഞാൻ പറയുന്നില്ല, കല്യാണം ഈ അടുത്ത സമയത്ത് കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച കുട്ടി ആ കാട്ടിൽ കൂടെ ഓടിപ്പോയിരുന്നു രാത്രിയിൽ. അതിനോട് ചോദിച്ചപ്പോൾ അത് പറയണം തോട് കാണാൻ മതിയാണ്. രാത്രിയിൽ ഏത് തോട് കാണാൻ പോയത്? അത് പോട്ടെ. എന്നിട്ട് ഈ നാട്ടിൽ ഓരോ നാട്ടുകാർക്കും അവർക്ക് പേടിയാണ്. അവർ വർഷം മുമ്പുള്ള കഥ പറയുന്നുണ്ട്, 2009 കഥ പറയുന്നുണ്ട്. അവിടുത്തെ ഓരോ കാര്യങ്ങളും കഥകളും പറയുന്നത് ഞെട്ടിപ്പോകുന്ന കാര്യമാണ്. ഇവർ പലരും പരാതി കൊടുക്കുന്നുണ്ട്. പരാതി കൊടുക്കുമ്പോൾ എല്ലാം പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന റെസ്പോൺസ് വെച്ചാൽ ഒത്തുതീർപ്പാക്കി വിടും, പൊയ്യോ അഡ്ജസ്റ്റ് ചെയ്തോളാണ് പറയുന്നത്. സുബൈദാർ മേജറാണ്, അവന്റെ അമ്മയാണ് പിടിച്ച് ഇവിടെ പട്ടിയെ പോലെ പിടിച്ചു തള്ളി വിട്ടത്. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ പോയിട്ട് പോലും ഒരു ഇന്ത്യൻ ജവാന് നീതിയില്ല. നീതി കിട്ടിയിട്ടില്ല. അതും ഇതുപോലെ ക്രിമിനലുകളൊക്കെ ഇവിടെ നിൽക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധിയാണ് കൂട്ടും. ജനപ്രതിനിധി എന്ന് തന്നെ പറയും. ആ ജനപ്രതിനിധി ആരാ അവിടുത്തെ അടൂരിലെ? ആൾക്കാർക്കെല്ലാം നല്ല ശ്വാസം മുട്ടലുള്ള പോലുള്ള അസുഖങ്ങൾ ഫ്രീ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അനാഥാലയം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, ആശ്രയ കേന്ദ്രം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഇത് ആശ്രയമല്ല, ഇത് മനുഷ്യനെ ദ്രോഹിക്കുന്ന കേന്ദ്രം തന്നെ. അത്രേ ഉള്ളൂ, ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന കേന്ദ്രം. അതാണ് അനാശാസ്യ കേന്ദ്രം. ഈ കുട്ടിയൊക്കെ രാത്രിയിൽ പേടിച്ച് കരഞ്ഞ് അടികൊണ്ട് ഓടി വന്ന ചേട്ടൻ വീട്ടിൽ ചേട്ടനെ അവൻ ആ കല്യാണം കഴിഞ്ഞ ചേർക്കാൻ എന്താ തെറി വിളിച്ചത്? അവൻ പറഞ്ഞു എന്തോ കേരളത്തിൽ എത്ര അമ്പലം ഉണ്ടാ, കേരളത്തിൽ ഏത് അമ്പലമാടാ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. ആ പറഞ്ഞ അന്നമ്മ എന്ന് പറഞ്ഞ അമ്മ ഞാൻ വിളിച്ച് സംസാരിച്ചത്. ഇവർ കാണിക്കുന്ന ദ്രോഹങ്ങൾ നാട് അറിയണം, സത്യങ്ങൾ അറിയണം. ഇത് പൂർവികർ കഷ്ടപ്പെട്ട ഒരു നാശമാണ്. കൊടുമണ്ണും ഏഴംകുളവും ഏനാദിമെങ്കിലും ചേരുന്നതാണ് അടൂർ താലൂക്കിലെ തേപ്പുപോലെ എന്ന ഗ്രാമം. ഇവിടെ മുൻ പൂർവികർ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു മണ്ണാണ്. ഇവിടെ സത്യസന്ധത വേണം, നീതി വേണം, ന്യായം വേണം. അതിന് കൂട്ടു നിൽക്കാൻ ഞങ്ങൾ റെഡിയാണ്, തയ്യാറാണ്. ഇനി സ്വാതന്ത്ര്യം വേണം, അതാണ് ആദ്യം വേണം. ഇവിടെ ഉള്ളവർക്ക് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 10-14 വർഷമായിട്ട്. ഇനിയെങ്കിലും ഇവിടെ ഉള്ളവർക്ക് സമാനത്തോടെ ജീവിക്കണം. അതിന് അമ്മമാരുടെ കാര്യത്തിലായിരുന്നു എനിക്ക് ഇതുവരെ ടെൻഷൻ. ഈ നാട്ടുകാരുടെ കാര്യത്തിലും കൂടെ നമുക്ക് ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ബിനീഷ് വ്യക്തമായി പറയുന്നു, കൂടെ ബിനീഷിന്റെ ഒപ്പം നിന്നുകൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട്, ഇതിൽ കൂടുതൽ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാണേ. ഇതിൽ കൂടുതൽ എന്താണ് ഒരാൾ ചെയ്യേണ്ടതെന്ന് പറയുക. അവന്റെ ജീവൻ അപകടത്തിലാണ്, അവനെ ഉപദ്രവിക്കുമെന്നുള്ളതിൽ തർക്കമേ വേണ്ട. ജീവൻ റിസ്കിൽ വെച്ചുകൊണ്ട് ആ അമ്മമാര് സെക്യൂറായി ചെന്ന് ചേരണം എന്നുള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നതും മുൻപോട്ട് വരുന്നതും. ഒരു പെൺകുട്ടി അവിടുന്ന് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അയൽപക്കക്കാരെ ഈ പെൺകുട്ടിയല്ലേ പറയുന്ന ഈ സ്ത്രീ പറയുമ്പോ അവരെ അറസ്റ്റ് ചെയ്യാൻ പറയൂ, അവരെ ക്രോസ് വിസ്താരം നടത്താൻ പറയൂ പോലീസിന്റെ അടുത്ത്. അങ്ങനെ അവർ കണ്ടില്ല എന്നാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യട്ടെ, കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചതിന്. എന്താ അത് ചെയ്യാത്തെ? അങ്ങനെ ചെയ്യാൻ വകുപ്പില്ല. 27ഓളം പേർക്ക് കേസ് കൊടുത്തു എന്ന് പറയുന്നത്. എന്താണ് കേസ്? ഞങ്ങൾ അറിഞ്ഞ വിശേഷങ്ങൾ ഞങ്ങൾ പബ്ലിസിറ്റി കൊടുക്കും, അത് ഞങ്ങളുടെ റൈറ്റ്സ് ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഓരോ ഇൻഫ്ലുവൻസറും അത് ചെയ്യും. അല്ലാതെ വീട്ടിലുള്ള അന്നന്ന് നടക്കുന്ന കാര്യങ്ങളും ചോറ് വയ്ക്കുന്നതും കറി വയ്ക്കുന്നതും ഇരിക്കുന്ന വ്ളോഗേഴ്സ് മിണ്ടാതിരിക്കുമായിരിക്കാം. ഞങ്ങൾക്കതല്ല, ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു മാറ്റവുമില്ല. ബിനീഷ് കക്ഷി ചേർന്നിട്ടുണ്ട്, ഞാനും കക്ഷി ചേരും. ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നുള്ള പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ നിന്നുള്ള പണി തുടങ്ങാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഒരു വിശേഷത്തിന് വെയിറ്റ് ചെയ്യുകയാണ്. ആ വിശേഷം കഴിഞ്ഞാൽ എൻ്റെ പണി ഇവിടുന്ന് ഞാൻ തുടങ്ങും. ഞാൻ വിടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു സംഗതി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് സപ്പോർട്ട് പറഞ്ഞ ഒരു വ്യക്തി പോലും പിന്നോട്ട് പോയിട്ടില്ല. സർവത്ര ശക്തിയോടുകൂടി അവർ ഉറച്ചു നിൽക്കുന്നു. അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഒരു വെള്ളം ചേർക്കലുമില്ല. പിന്നെ എന്താണ് ഈ സ്ത്രീ കിടന്ന് കാക്ക ഊന്നണക്ക് കാന്ന് വിളിക്കുന്നേ? ബിനീഷ് ഈ വാർത്താ സമ്മേളനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, അതും കൂടെ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നിലാണ്. ഒടുവിൽ എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു നമ്മുടെ മമ്മി ഗിരിജയുടെ ജനപ്രതിയായ അടൂരിലെ ജനപ്രതിയായ സാർ. അതിൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടന്നു പറഞ്ഞിട്ട് ഇന്നലെ ഒരു എന്താ പറയാ ചാനൽ ഒരു വീഡിയോ ഉണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ചങ്ങാതിക്കൂട്ടത്തിന് ഭയങ്കര ഇളക്കമായിരുന്ന ഒരു പിരിവിന് പോകുന്ന ഒരു പടക്കം കമന്റ് ഇരിക്കുന്നുണ്ട്. എന്റെ അടക്കം എന്താണെന്ന് ഈ 17-ാം തീയതി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുള്ളത് എനിക്ക് കാണാം. എന്തായാലും അവർക്കെതിരെയുള്ള കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള നിപ്പാണ്. ഇത്രയും പല കാര്യങ്ങളും പറയാനുണ്ട്. പല കാര്യങ്ങളും പറയാനുള്ളത് വെച്ചാൽ ഹൈക്കോടതിയിൽ മുന്നിൽ തന്നെ ഇവിടെ വന്നിട്ട് തന്നെ പറയാനുള്ള കാരണം വെച്ചാൽ ഈ കേസിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലെന്നും അവിടുത്തെ അമ്മമാരെയും കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്നും ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവര് സത്യത്തിൽ നമ്മൾ കൊടുത്ത പരാതിയുടെ മേലല്ല അവിടുത്തെ കുഞ്ഞുങ്ങളെ മാറ്റിയത്. ഇവര് കൊടുത്ത റിക്വസ്റ്റിന് മേലാണ്. എനിക്ക് കുട്ടികളെ നോക്കാൻ പറ്റില്ല, അവിടുന്ന് കുട്ടികളെ മാറണം എന്ന റിക്വസ്റ്റിന് മേലാണ് അവിടുത്തെ പരാതി മാറ്റിയത്. ഇവര് ഇതെല്ലാം ദേശം മാറ്റി കളഞ്ഞിട്ട് ഇവർ കുറ്റവാളിയായി തിരിച്ചു വന്ന് വീണ്ടും കുഞ്ഞുങ്ങളുടെയും പാവ അമ്മമാരുടെയും ജീവിതം വെച്ച് കളിച്ച് അവരുടെ ലൈഫ് ഇല്ലാതാക്കാനും അവരുടെ പേരിൽ പണം പിരിവ് നടത്താനും വേണ്ടിയുള്ള അവരുടെ അവസാന തടവാണ് ഇപ്പോൾ നടന്നു കൂട്ടിയത്. ഇപ്പോൾ ഹൈക്കോടതിന്റെ മുന്നിൽ തന്നെ വന്ന് പറയണമെന്ന് എനിക്ക് ഇന്നലെ തന്നെ ഞാൻ ഹൈക്കോടതിലേക്ക് തിരിച്ചാണ്. ഇവിടെ വന്ന് തന്നെ പറയാനുള്ള കാരണം വെച്ചാൽ ഇവിടെ അഡ്വക്കേറ്റിനെ കണ്ടു, ഈ കേസ് കക്ഷിയാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഈ കേസ് ഇവരെ ശിക്ഷിക്കപ്പെടണമെന്നും ഇതുപോലുള്ള അനാഥാരങ്ങളെല്ലാം പൂട്ടിക്കെട്ടണമെന്നുള്ള ഓരോ ആഗ്രഹം കൊണ്ടാണ്. ഇനി ബാക്കിയുള്ള കാര്യം കാണിച്ചു തരാം. ഈ പോക്സോ കേസുകളെ കുറിച്ച് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പോക്സോ കേസുകളാണ്. ഈ വിഷയമല്ല. 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ട് CPM നേതാവ് ആൾക്കെതിരെ നടപടിയെടുത്തു. ഒരു CPM നേതാവ് കൗൺസിലറായ വ്യക്തിക്കെതിരെ എറണാകുളത്ത് നടപടിയെടുത്തു.
പിന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്നലെ മുഴുവൻ. പിന്നെ വേറൊരു കേസുണ്ട്, ഇത് ഒരു സിനിമാനെതിരെയുള്ള പോക്സോ കേസുണ്ട്. അതെല്ലാം നടപടി എടുക്കുന്നുണ്ട്, എല്ലാം നടപടി എടുത്തു. ഈ പത്തനംതിട്ടയിലെ ഈ 2 ആഴ്ച മുമ്പുള്ള കാര്യങ്ങൾ വാർത്തയാണ് നടക്കുന്നത്. അനാഥാലയത്തിലെ അന്തേവാസി 7 മാസം പ്രസവിച്ച പിന്നാലെ പോക്സോ കേസ്. ഇതുവരെ പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രതികളുടെ പേര് രജിച്ചില്ല, കേസ് രജിച്ചില്ല, ഒരു തേങ്ങ രജിച്ചിട്ടില്ല. ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ 2ാമതാണ് പോക്സോ കേസ് അടിമറിക്കുന്ന സ്വഭാവങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. ഇത്ര വലിയ ക്രിമിനൽ ഒഫൻസ് ചെയ്തിട്ടും ഈ 17 വയസ്സ് പോക്സോ കേസ് പോട്ടെ, 18 വയസ്സ് ആയ കുട്ടി, ചിൽഡ്രൻസ് ഹോമിലെ കുട്ടി ഗർഭിണി ആയത് അറിഞ്ഞിട്ടും ഇതുവരെ ഒരു നടപടി എടുക്കാത്ത, ഇവര് കേസിൽ പ്രതിയെടുക്കാത്ത പോലീസ് ഏത് ജനപ്രതിനിധിയെ പേടിച്ചിട്ടാണ്? ചിറ്റഗോപാൽ സാറാണോ? സാറിന്റെ മണ്ഡലത്തിൽ മാത്രം എന്താണ് സാർ? ഇപ്പോൾ ഈ സാറിന്റെ മണ്ഡലത്തിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇനി കേരളത്തിലെ പോക്സോ കേസിലെ പ്രതികളെല്ലാം സാറിന് നിരക്ക് ചെയ്താൽ മതിയായിരിക്കും, ഇത് നിരക്ഷിച്ചു തരാൻ വേണ്ടി. അങ്ങനെ വിചാരിക്കണോ നാട്ടുകാർ? അങ്ങനെ വിചാരിക്കാൻ തെറ്റായി പോയത് വ്യക്തമായിട്ട്. ഇനി വേറൊരു കാര്യം കാണിച്ചാൽ, അവിടെ ഷീ ടോക്ക് എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിയാണ് അതിനെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചാനലൊക്കെ വീഡിയോ ആയിട്ട് വന്നത്. ആ കുട്ടിയുടെ വീഡിയോ നമുക്ക് കാണാം. മറന്നു തുടങ്ങുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഉദയാഗിരിക്കാൻ ഫാമിലി തന്നെ മുന്നോട്ട് ഇനിയും വന്നിരിക്കുന്ന കുട്ടികളെ പേര് പറയാൻ പാടില്ലെന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പേരും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ തൽക്കാലം അനു എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ അനു ഒരു പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ പീസ് കണ്ട സമയത്ത് ആദ്യം വിഷമം തോന്നി. കാരണം ഒരു അനാഥയായിട്ട് പെൺകുട്ടി എനിക്ക് തന്റെ ലൈഫ് വേണം, എനിക്ക് ഞാൻ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് എന്റെ ലൈഫ് വേണം, എനിക്ക് എന്റെ ഫാമിലി വേണം എന്ന് പറഞ്ഞ് കരയുന്ന കണ്ടപ്പം സീരിയസായി പറയുകയാണെങ്കിൽ വിഷമം തോന്നി. പക്ഷേ ആ അനാഥാലയത്തിൽ നടന്ന സർവ്വ തെണ്ടിത്തരങ്ങളും ആലോചിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്ത് ചെയ്യാണല്ലോ എന്ന് തോന്നുകയും ചെയ്തു. അപ്പൊ കാര്യങ്ങളോട് വരികയാണെങ്കിൽ നമ്മുടെ അതിജീവിതയായിട്ടുള്ള അനു ഇപ്പൊ പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടു. എന്റെ ഫാമിലി വേണം. ഇത്രയും നാള് ഒരു അനാഥയെ പോലെ ഞാൻ ജീവിച്ചത്. ആ കുട്ടി ജീവിച്ചു തുടങ്ങിയുള്ളൂ, ആ കുട്ടിക്ക് ഫാമിലി വേണം. ആ അനാഥാലയത്തിൽ നടന്ന 24 ഉള്ളൂ. കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിൽ 100 കുട്ടികൾ, അധികം കുട്ടികൾ അവിടെ കിടന്ന് പീഡനം അനുഭവിച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അത് 2-3 കുട്ടികൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടികൾ കോടതിയിൽ വന്ന് സംസാരിക്കാൻ ഏറ്റിട്ടുമുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിച്ച് ഒരാളുടെ മാത്രം ജീവിതം നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഈ പരിപാടി ഇവിടെ നിർത്താൻ പറ്റില്ല കുട്ടി. പിന്നെ കടക്കിലുള്ള ഒരു അച്ഛൻ, എന്റെ ഒരു പാവ അച്ഛന്റെ കഥ എനിക്ക് പറയാനുണ്ട്. അതിൽ അദ്ദേഹം വെയിറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അത് എല്ലാവരുടെയും നന്മയ്ക്കാവട്ടെ എന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്യുന്നത്. സ്വന്തം അച്ഛനെതിരെ പറയുന്നില്ല. ഒളിച്ചോടി പോയ ഭാര്യ കാരണം ജീവൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ. ആ ഒളിച്ചോടി പോയ ഭാര്യയാണെങ്കിൽ വേറെ പോയി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് പലരുടെ മുന്നിൽ പലതും പറഞ്ഞ കാര്യങ്ങളും കഥകളും എനിക്കറിയാം. ആ അച്ഛനെ കൊണ്ട് പീഡിപ്പിച്ച് സുനിൽകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ, CWCയുടെ ചെയർമാനോ തേങ്ങനാണ് പറയുന്നത്, അയാൾ അവിടെ കൊണ്ടുപോയി പേടിപ്പിച്ച് സൈൻ ചെയ്ത് മേടിച്ചു. എന്റെ മകളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. അച്ഛന് വേണ്ടി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പിന്നെ ഇതൊക്കെ കഴിയട്ടെ. അതിന് നമ്മളെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ രക്ഷാർത്ഥി ആ കുഞ്ഞുങ്ങളെയും പിന്നെ അവിടുത്തെ അമ്മമാരെ രക്ഷിച്ചെടുക്കാൻ ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്തിട്ട് ശേഷം മാത്രമേ ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ. ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വന്നതാണ്. കെന്നഡി സാറിനെയും മാത്യു സാറിനേക്കുമൊക്കെ മോശം പറഞ്ഞതിന്റെ പേരിൽ അവരുടെ ഭാഗത്തുള്ള ന്യായമാണ് പറഞ്ഞത്. മാത്യു സാർ അവിടെ നടത്തുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്നാണ് അറിവ്. ആ സൂപ്പർ മാർക്കറ്റിൽ ഇത്രയധികം പിന്നെ എന്താ പറയണേ, സോഡയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മിച്ചറും അണ്ടിപ്പരപ്പും അതായത് മദ്യം കഴിക്കുന്നവർ വാങ്ങിക്കുന്ന സാധനങ്ങൾ റെഗുലർ ആയിട്ട് അവിടുന്ന് സ്ഥിരമായി വാങ്ങിക്കുന്നത് എന്തിനാണെന്നൊരു വലിയ ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്നോടല്ല, മറ്റൊരാളോട് ചോദിച്ചതാണ്. അതെനിക്ക് ഇൻഫർമേഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. വേണമെങ്കിൽ അത് ഞാൻ പുറത്തു വിടാം. ഇനി അത് പുറത്തു വിടാനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് പുള്ളിയുടെ കയ്യിലുള്ള ഏറ്റവും നല്ല എവിഡൻസ് ആണ്. ഒരു അനാഥാശ്രമത്തിൽ, ഒരു വൃദ്ധസദനത്തിൽ ഡെയിലി റെഗുലർ ആയിട്ട് ഇത്രയധികം ബണ്ടിൽ ഓഫ് സോഡ എന്തിനു പോകുന്നു? അവിടെ ആരാണ് ഈ മദ്യപിക്കാനായിട്ട് വരുന്നത്? മദ്യപിക്കാനല്ലാതെ സോഡ പോണ നാരങ്ങ വെള്ളം കുടിക്കാനായിരിക്കും അല്ലേ? അതും പറയാം. അങ്ങനെ വേണമെങ്കിലും ഗിരിജ ചേച്ചിക്ക് പറയാൻ പറ്റും, ശരി അവിടെ മദ്യപാനമില്ല, മറ്റെന്തെങ്കിലും ആണെന്ന്. ഈ മദ്യപാനത്തിൻ്റെ കൂടെ കുറുകുന്ന അണ്ടിപ്പരിപ്പും മസാലക്കടലയും ഒക്കെ വാങ്ങിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണ് ചേച്ചി? അതും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഏതായാലും ഈ സംശയങ്ങളൊന്നും എൻ്റെ സംശയങ്ങളല്ല, പലരുടെയും സംശയങ്ങളാണ്. അതിനൊക്കെ നേരിട്ട് നിങ്ങൾ മറുപടി കൊടുത്താൽ മതിയാവും. എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. പിന്നെ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന സ്ത്രീക്ക് എൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ അംഗവൈകല്യം പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറയുക. ബാക്കി ഇവിടെ അംഗപരിമിതർക്കുള്ള റൈറ്റ്സ് എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. മനസ്സിലായില്ലേ? അംഗപരിമിതമുള്ളവരെ പറ്റി അതേ ആ വർത്തമാനം പറഞ്ഞ് കളിയാക്കുന്നവർക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് ചേച്ചി ഇങ്ങനെ കൂക്കി കുരയ്ക്കുന്ന കണക്കല്ല. ഇടി നല്ല സ്പെഷ്യൽ ക്ലാസ് ഇടി വാങ്ങിക്കും പോലീസുകാരെ കയ്യിൽ നിന്ന്. അതിനുള്ള തൻ്റെ ഇട എനിക്കുണ്ട്. അവിടെ ഡാഡി ഗിരിജയുടെ ഹോൾഡ് വർക്ക് ചെയ്യത്തില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. അതിനൊരു യൂണിയൻ തന്നെയുണ്ട്. സുഖമില്ലാത്ത ആളുകളെ നോക്കി അവരുടെ അസുഖത്തെയും വൈകല്യത്തെയും കളിയാക്കുന്ന പലർക്കും ഇതൊരു അറിവില്ലായ്മയാണ്. ആ സർട്ടിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ ആ പേര് പറഞ്ഞുകൊണ്ട് അപമാനിച്ചാൽ ഇവിടെ എടുക്കുന്ന നിയമം എന്താണെന്നും അതിന് ജാമ്യമുണ്ടോ ഇല്ലയോ എന്നും അടുത്ത ഏതെങ്കിലും ഒരു വക്കീലിനെ വിളിച്ച് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരും. അപ്പം ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിയതിനെ ഞാൻ വളരെ ശ്രദ്ധിച്ചു. പേരുണ്ടോന്ന് പേരെടുത്ത് പറയടി, എന്നിട്ട് പറയടി അംഗപരിമിതി എന്ന്. അതാണ് തൻ്റെ ഇടം. നാക്ക് ഈർച്ചവാളാണ്. അതെ,
നാക്കാണ് എൻ്റെ ശക്തി, അത് തന്നെയാണ്. അതിലെന്താടി? അതിൽ അംഗപരിമിതത്വം കാണിച്ചില്ലല്ലോ. അത് കൃത്യമായിട്ടല്ലേ പറയണത്. നെഞ്ച് മുഴുക്കെ ഇതുപോലുള്ള കീടത്തരവും കയ്യിൽ വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഭയങ്കര മാന്യയായി ചമഞ്ഞ് നടക്കുന്ന നിന്നെ പോലെ അല്ലല്ലോ ഞാൻ. എൻ്റെ കാലുകൾക്കേ പരിമിതമുള്ളൂ, എൻ്റെ നാവിനോ എൻ്റെ മനസ്സിനോ പരിമിതിയില്ല. അവിടെ എങ്ങും മനുഷ്യനായി കൺസിഡർ ചെയ്യുന്നുണ്ട്. മനുഷ്യത്വപരമായ ഇടപെടലുകളാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യത്വരഹിതമായ ഒരിടപെടലിന് ഞാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. എൻ്റെ ശത്രുനിരകളിൽ നിൽക്കുന്നവർക്കെതിരെ പൂർണ്ണമായും എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദിക്കൂ എന്നൊരു തീരുമാനം പണ്ട് മുതലേ എനിക്കുള്ളതാണ്. ആ തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും എപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്യും. ആ ഉറപ്പാണ് പല ശത്രുക്കളും പരാജയപ്പെട്ട് താഴെ വീഴുന്നതും. ഇതിനകത്തും ആ പരാജയത്തിന്റെ ആ നല്ല ടേസ്റ്റുള്ള ആ സംഗതി അവൾ നുണയും. അത് വരും ദിവസങ്ങളിൽ കാണാം. ഹോൾഡ് അല്ല കാര്യം. നീ ഇനി പാർലമെന്റിലെ മെയിൻ കൊണാണ്ടർ ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയാൻ ഞങ്ങൾക്കാരെയും ഭയമില്ല. ഭയപ്പെട്ട് മാറുന്നവരല്ല ഇപ്പുറത്ത് നിൽക്കുന്നവരെന്ന് ചുരുക്കം. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഡു സപ്പോർട്ട് മൈ ചാനൽ. ഭയങ്കര മാസീവ് റിപ്പോർട്ടിംഗ് ആണ്. എൻ്റെ ചാനൽ റീച്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാസ് ഇതുകൾ അവർ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ അതിൻ്റെ ടൈം ലൈനിലുള്ള ആ ഒരു വ്യൂവിൻ്റെ ഇതൊക്കെ. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം, മാക്സിമം നിങ്ങൾ ഇതിലേക്ക് കമൻസ് ഇടുക, കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവരിലേക്ക് എത്തുകയാണെങ്കിൽ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ അതും എന്നെ സഹായിക്കുന്നതിന് തുല്യമായിരിക്കും. ശരിയാണ്, കാലുകൾക്ക് പരിമിതി കുറവുള്ളത് കൊണ്ട് എഴുന്നേറ്റ് ഓടി നാട്ടുകാരുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി താങ്ക് യു. കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും കാണാം. ഒരു മാസക്കാലമായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ അപമാനപ്രദമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന അനാഥാലയം പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിനെ പറ്റിയാണ് ഞങ്ങൾ ഇവിടെ വരാനിരുന്നതല്ല. കോടതിയിൽ കേസെടുത്തതിന് ശേഷം വരാൻ ചെയ്യാനിരുന്നതാണ്. ഇന്നലെ എൻ്റെ പേര് ചൂണ്ടിക്കാട്ടി ഒരു മീഡിയയിൽ വാർത്ത വന്നത് കണ്ടു. എന്നാൽ അതിൻ്റെ പിന്നിൽ 27 സോഷ്യൽ മീഡിയ പേര് പറയുന്നുണ്ട്. പക്ഷേ 27 ഒരു സോഷ്യൽ മീഡിയയിലെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ പത്തനംതിട്ട സ്വദേശി കണ്ണൂർ ചാക്കോപ്പെടുത്തി ആ പെൺകുട്ടി പറഞ്ഞു എന്ന റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിനെതിരെ ഞാൻ DGP പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് അവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കണം. ഒന്നുകിൽ ഇന്നത്തെ കാലത്ത് ഫോൺ മൂലമോ നേരിട്ടോ ലെറ്റർ മൂലമോ എന്ത് വിധത്തിലാണ് ഞാൻ ഇന്ന് ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിന് ഞാൻ ഉത്തരവാദിയാണ്. അത് കേൾക്കുന്നവർ എങ്ങനെ കേട്ടു മനസ്സിലാക്കുന്ന ഉത്തരവാദിത്വം എനിക്കില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സോഷ്യൽ മീഡിയ കൊണ്ട് കഴിയും. ഇനി ആ പെൺകുട്ടി ജീവിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇത് രണ്ട് കാര്യം ആ പെൺകുട്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ആക്ഷേപം കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് എതിരെയാണ്. 14 ജില്ലയിലുള്ള സ്ഥാപന നടത്തിപ്പുകാരുടെ കൂടുതൽ പരിചയമുള്ള ആളുകളെ ചേർത്ത് ഒരു ഓർഫനേജ് കൺട്രോൾ ബോർഡ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കുന്ന അന്നത്തെ കാലത്ത് അത് അങ്ങനെ ബോർഡ് രൂപീകരിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടി അനാഥാലയവും മറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നവർക്ക് നല്ല ഉദ്ദേശത്തോടെ അവർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും തെറ്റ് സംഭവിക്കാതെ വീഴ്ചകളെല്ലാം മാറ്റാൻ വേണ്ടി ഒരു ബോർഡായിരുന്നത്. ഇപ്പോൾ നടക്കുന്നത് 14-13 മുതലാളിമാർ എന്ന് വെച്ചാൽ ഗാന്ധി ഭവൻ പോലുള്ള പിന്നെ കുറെ അച്ഛന്മാർ, ഇവരെ പോലുള്ള അവിടുത്തെ ബോർഡ് മെമ്പർമാർ, അവർക്ക് താല്പര്യമുള്ള സ്ഥാപനങ്ങൾ മാത്രമേ കേരളത്തിൽ നടത്താൻ പറ്റുകയുള്ളൂ. കാരണമില്ലാതെ അനാവശ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു കെട്ടിട ഉടമയുടെ പരാതിയും പ്രകാരം ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് നെസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തു. സാധാരണ ഒരു പെട്ടിക്കട എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റോ പെട്ടിക്കട എടുക്കണമെങ്കിൽ 1-2 ആഴ്ച മുമ്പ് നോട്ടീസ് കൊടുക്കണം. അതുപോലും ഗവൺമെന്റ് ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ചെയ്തില്ല. ഞാൻ ചുരുക്കി പറയാം, ഈ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്ക് പേജ് ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ശ്രീ സിനികുമാർ എന്ന് പറയുന്ന വ്യക്തി 2 ആഴ്ച 3 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ അവരുടെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുന്നുണ്ടായിരുന്നു. അവിടെ വന്ന് സന്ദർശിക്കുന്ന ഫോട്ടോ. ഇദ്ദേഹത്തിന് അവിടെ ഇങ്ങനെ അടിക്കടി വരുന്നതിന്റെ കാര്യം എന്താണ്? ഒന്ന്, അദ്ദേഹം നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ എന്തെങ്കിലും ഈ 4 വർഷക്കാലമായിട്ട് ഒരു വീഴ്ച ഇദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച നടത്തിപ്പുകാരെ പറഞ്ഞ് ആ വീഴ്ചയെ മാറ്റണമായിരുന്നു. ഈ നടത്തിപ്പുകാര് ഇത് തെറ്റ് ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. നമ്മളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങിച്ച് മക്കളെ ഭാര്യയെ നോക്കുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് കൂട്ടുനിന്ന് അവർക്ക് പിന്നെ നിന്ന് അവരെ ഒന്ന് തെറ്റ് ചെയ്യിപ്പിച്ചതാണെന്നാണ് എന്റെ ആക്ഷേപം. അതിന് തെളിവുകൾ പലതുകൊണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഉണ്ട്. അദ്ദേഹം എന്തിനാണ് അവിടെ അടിക്കടി വരുന്നത്? അദ്ദേഹം എത്ര സ്ഥാപനങ്ങൾ ഈ 4 വർഷത്തിനിടയിൽ സന്ദർശിച്ചു? എന്തെല്ലാം വീഴ്ചകളുള്ളത് അദ്ദേഹം തിരുത്താൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ CWC ചെയർമാൻ, പത്തനംതിട്ട CWC ചെയർമാൻ ഇപ്പോൾ സസ്പെൻഡാണ്. അദ്ദേഹം സസ്പെൻഡ് ആയതിനു ശേഷമാണ് ഈ സ്ഥാപനത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതും അതുവരെയും വന്നിട്ടില്ല. ആ കുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ തലേദിവസം രാത്രിയിലും ഈ CWC ചെയർമാൻ ആ സ്ഥാപനത്തിലുണ്ട്. ആ കുട്ടിക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അക്രമത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായ ഉദ്യോഗസ്ഥർ അവർക്ക് തെറ്റിന് കൂട്ടുനിന്നു എങ്കിൽ അവരെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അല്ലാതെ ആ സ്ഥാപന നടത്തിപ്പുകാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹം ഒരു ex MLA യുടെ മകനാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ആദ്യം ഈ സ്ഥാപനം
പ്രവർത്തനം ആരംഭിച്ചത് ഇദ്ദേഹത്തിന്റെ വൈഫാണ്. അവിടെ ഒരു പീഡനം നടത്താൻ ദൃക്സാക്ഷിയായി കണ്ടത്. അവരെ പോലും അടിച്ചമർത്തി നിങ്ങൾ മിണ്ടി പോയാൽ നിങ്ങളെ കേസ് കൊടുത്ത് ഇല്ലാതാക്കുമെന്ന് ഭയപ്പെടുത്തി അവർ അങ്ങനെയാണ് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് അദ്ദേഹം തുറന്ന് പറയാൻ മീഡിയക്കാർ ഇന്നലെ ആ വീഡിയോ ഇറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം തയ്യാറായി വന്നത്. ഞാൻ എന്റെ അനുഭവം എനിക്ക് ഞാൻ കണ്ടത് ഞാൻ കേട്ടത് എനിക്ക് പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഞാൻ ഈ കൂടുതൽ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ അടൂര് മുൻ എം എൽ എ പി രാമലിംഗത്തിന്റെ മകനാണ്. അതായത് 1967 മുതൽ 71 വരെ അടൂര് എം എൽ എ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ. എന്റെ പേര് പി പരശുറാം. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്ന അവസരത്തിൽ ഈ പറയുന്ന നടത്തിപ്പുകാരി അവരുടെ വേറെ സഹോദരി എന്ന് പറഞ്ഞ ഒരാളും വേറെ ഇവിടെ മാനേജർ എന്ന് പറഞ്ഞ ഒരാളും വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ അനാഥാലയം തുടങ്ങാനാണ് അവരുടെ എന്താ പറയുക തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എന്റെ അല്ല, എന്റെ അച്ഛന്റെ ചിറ്റപ്പന്റെ വീടാണ്. അത് അവരുടെ യഥാർത്ഥ അവകാശമൊക്കെ ബോംബെയാണ്. ഞാൻ അവരോട് അനുവാദം ചോദിക്കാൻ തരാറുണ്ട്. അതാണ് ചോദിച്ചിട്ട് മതിയല്ലോ. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ 2-3 ദിവസം കഴിയുന്നതിന് മുമ്പും നിരന്തരം എന്നെ കോൾ ചെയ്തു എന്തോ അവസാനം ഞാൻ ബോംബെയിൽ ചോദിച്ചിട്ട് പക്ഷേ ഞാൻ പിന്നെ പറഞ്ഞ കാര്യം തരാം കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവരെ വീട്ടിൽ വന്നു. എൻ്റെ അടുത്ത് വാടക